ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് NMMS പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നെക്സ്റ്റ് ചാപ്റ്ററായ ഏതിൻ്റെയാണ് മെൻ്റൽ എബിലിറ്റിയുടെ നെക്സ്റ്റ് ചാപ്റ്ററായ ക്ലാസിഫിക്കേഷനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ പല ചാപ്റ്റേഴ്സ് കഴിഞ്ഞിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ പുതിയൊരു ചാപ്റ്ററാണ് തുടങ്ങുന്നത്. അതായത് പുതിയൊരു ഏരിയയാണിത്, ക്ലാസിഫിക്കേഷൻ. വളരെ സിമ്പിളായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. നമുക്ക് നോക്കാം, അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യം തന്നെ ക്ലാസിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം. ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാകും, സ്പോട്ട് ദ സ്ട്രേഞ്ചർ ഔട്ട് എന്ന് പറയും. അതായത് ഓഡ് വൺ ഔട്ട് എന്നൊക്കെ പറയില്ലേ, അതായത് ഒരു 4 എണ്ണം തന്നിട്ടുണ്ടാകും, അതിൽ വ്യത്യാസമുള്ള ഒരെണ്ണം കണ്ടുപിടിക്കുന്നതാണ് ക്ലാസിഫിക്കേഷൻ. അപ്പം നോക്കിക്കേ, ഞാനിവിടെ 4 സ്മൈലി ഫേസസ് കൊടുത്തിട്ടുണ്ട്. നോക്ക്, ഇത് ചിരിക്കുവാണ്, ഇത് ചിരിക്കുവാണ്, ഇതും ചിരിക്കുവാണ്. ഇതിൽ വ്യത്യാസമുള്ളത് ഏതാണ്? ഇതല്ലേ? ഇത് മാത്രം ഭയങ്കര സാഡായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം ഇതാണ് നമ്മുടെ ആൻസർ. സ്പോട്ട് ചെയ്തു, നമ്മൾ ഒരു സ്ട്രേഞ്ചറിനെ നമ്മൾ സ്പോട്ട് ചെയ്തില്ലേ, അത്രേ ഉള്ളൂ. ഇതുപോലെ 3 എണ്ണം ഒരുപോലെ ആയിരിക്കും, 3 എണ്ണം ഒരേ പെയർ ആയിരിക്കും, ഒരെണ്ണം മാത്രം ഡിഫറൻസ് ഉണ്ടാവും. അത്രേ ഉണ്ടാവുള്ളൂ ക്ലാസിഫിക്കേഷനിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ? സ്പോട്ട് ദ സ്ട്രേഞ്ചർ ഔട്ട്, അതായത് ഓഡ് വൺ ഔട്ടാണ് നമ്മൾ ക്ലാസിഫിക്കേഷനിൽ ചെയ്യുന്നത്. നമുക്ക് നോക്കാം ക്വസ്റ്റ്യൻസ്. നോക്കിയേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹോസ്റ്റൽ, ഹോട്ടൽ, ഇൻ, ക്ലബ്. ഇതിലെന്താ വ്യത്യാസം? 3 എണ്ണം എപ്പോഴും ഒരുപോലെ ആയിരിക്കും. അതായത് 3 എലമെൻറ്റ്സ് എപ്പോഴും, 3 എലമെൻറ്റ്സ് എപ്പോഴും ഒരുപോലെ ആയിരിക്കും. നോക്കിയേ, ഹോസ്റ്റലുണ്ട്, ഹോട്ടലുണ്ട്, ഇൻ ഉണ്ട്, ക്ലബ് ഉണ്ട്. അപ്പോൾ ഇതിലേതാ വ്യത്യാസമുള്ളത്? ആൻസർ ക്ലബ്ബാണ്. എന്തുകൊണ്ടാണ്? ബാക്കി ഹോസ്റ്റലായാലും ഹോട്ടലായാലും ഇന്നായാലും ഒക്കെ നമ്മൾ താമസിക്കാൻ ഉപയോഗിക്കും. നമ്മൾ ഉറങ്ങാൻ അല്ലെങ്കിൽ നമ്മുടെ ബാക്കി ഡെയിലി കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സ്ഥലമാണ്. ക്ലബ്ബ് എന്താണ്? ക്ലബ്ബ് നമ്മൾ ജസ്റ്റ് വിസിറ്റ് ചെയ്യുന്നതാണ്. പാർട്ടീസ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി വിസിറ്റ് ചെയ്യുന്ന സ്ഥലമാണ് ക്ലബ്ബ്. അടുത്ത നോക്കാം. നോക്കിക്കേ, ടോർട്ടോയ്സ്, സ്നെയിൽ, ടേർട്ടിൽ, സ്പൈഡർ. ഇതിലേതാ വ്യത്യാസമുള്ളത്? ഞാനിവിടെ ആൻസർ കൊടുത്തിട്ടുണ്ട്, സ്പൈഡർ. എന്തുകൊണ്ടാണ് സ്പൈഡർ ഡിഫറെൻ്റ് ആയത്? ബാക്കി എല്ലാത്തിനും ഒരു ഷെല്ലില്ലേ, ഷെല്ല്, ഇതെല്ലാം ഒരേപോലത്തെ അല്ലേ? ടോർട്ടോയ്സ് ആയാലും ആമയായാലും സ്നെയിലായാലും ടർട്ടിലായാലും ഒക്കെ അവർക്കൊക്കെ ഒരു ഷെല്ലുണ്ട്, ഒരു പ്രൊട്ടക്റ്റീവ് ഷെല്ലുണ്ട് അവരുടെ ബോഡിയുടെ മേലെ. പക്ഷെ സ്പൈഡറിന് അതുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് സ്പൈഡർ മാത്രം ഡിഫറെൻ്റ് ആയി നിൽക്കുന്നത്. അടുത്തത് നോക്കാം. ഇയർ, ലങ്സ്, ഐസ്, ഹാർട്ട്. ആൻസർ വരുന്നത് ഹാർട്ടാണ്. എന്തുകൊണ്ടാണ്? ഇയർ, ലങ്സ്, ഐസ്, ഹാർട്ട് എന്താണ്? എല്ലാം നമ്മുടെ ബോഡിയിൽ തന്നെ ഉള്ളതാണ്. പക്ഷെ അങ്ങനെയല്ല നമ്മൾ ഡിഫറൻസ് കണ്ടുപിടിക്കേണ്ടത്. ബാക്കി 3 എണ്ണത്തിൽ എന്തോ ഒരു പ്രത്യേകത ഉണ്ടല്ലോ. എന്താ അത്? ഞാൻ പറയട്ടെ. ഇയർ ആണെങ്കിലും ഒരു പെയറുണ്ട്, 2 എണ്ണം ഉണ്ട്. ഐസ് ആയാലും 2 എണ്ണം ഉണ്ട്. നമുക്കൊരു പെയറുണ്ട്. ലങ്സും ഉണ്ട് 2 എണ്ണം. ഹാർട്ട് 2 എണ്ണം ഉണ്ടോ? ഇല്ല. ബാക്കി എല്ലാം പെയറാണ്. ഒരു പെയറായിട്ട് നമ്മുടെ ബോഡിയിലുള്ളതാണ് ബാക്കിയെല്ലാം. പക്ഷെ ഹാർട്ട് മാത്രം ഒരെണ്ണമേ ഉള്ളൂ. ഒറ്റ ഹാർട്ടല്ലേ ഉള്ളൂ, ഒരു ഹാർട്ടേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് ക്ലാസിഫിക്കേഷനിൽ നിൽക്കുന്നത് ഹാർട്ടാണ്. അടുത്ത നോക്കാം. നോക്കിയേ, എക്സ്റേ, ടെലിഫോൺ, കമ്പ്യൂട്ടർ, ടെലിവിഷൻ. എന്താ? വളരെ സിമ്പിൾ അല്ലേ? ടെലിഫോൺ ആയാലും ടെലിവിഷൻ ആയാലും കമ്പ്യൂട്ടർ ആയാലും ഒക്കെ ഇലക്ട്രോണിക് മീഡിയാസ് ആണ്. എല്ലാം ഇലക്ട്രോണിക് മീഡിയാസാണ്. പക്ഷേ എക്സ്റേ അങ്ങനെ അല്ലല്ലോ. അപ്പം മനസ്സിലായില്ലേ എന്താണ് വ്യത്യാസം? ഇത് 3ഉം ഇലക്ട്രോണിക് മീഡിയാസ് ആണ്. ഏതൊക്കെ? ടെലിഫോൺ ആയാലും ടെലിവിഷൻ ആയാലും കമ്പ്യൂട്ടർ ആയാലും. പക്ഷെ എക്സ്റേ മാത്രമാണ് ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്നത്. അടുത്ത നോക്കിയേ, ലിസൺ, സ്വിം, വോക്ക്, ക്ലൈംബ്. നോക്ക്, എന്താ വ്യത്യാസം? ആൻസർ ലിസൺ ആണ്. ആൻസർ ലിസൺ ഞാൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ലിസൺ എന്താ? ലിസൺ ചെയ്തിരിക്കുക, ശ്രദ്ധിക്കുക. സ്വിം എന്താ? നീന്തൽ, വെള്ളത്തിൽ നീന്തുന്നതിനാണ് സ്വിം എന്ന് പറയുന്നത്. വോക്ക് എന്താ? നടക്കുക. ക്ലൈംബ് എന്താ? നമ്മൾ ട്രീയിലൊക്കെ ക്ലൈംബ് ചെയ്യില്ലേ. അപ്പം നോക്ക്, എന്താണ് ലിസണുമായിട്ട് ഇതിനൊക്കെ ഉള്ള വ്യത്യാസം? ഇതെല്ലാം ഫിസിക്കൽ ആക്ടിവിറ്റീസ് ആണ് അല്ലേ? ഏത്? ബാക്കി ലിസൺ ഒഴിച്ച് ബാക്കിയെല്ലാം ഫിസിക്കൽ ആക്ടിവിറ്റീസ് ആണ് അല്ലേ? ബാക്കി ഇത് 3ഉം സ്വിം ആയാലും ക്ലൈംബ് ആയാലും വോക്ക് ആയാലും ഒക്കെ നമ്മൾ ഫിസിക്കലി എഫേർട്ട് എടുത്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ്. പക്ഷെ ലിസൺ എന്താ? നമുക്കങ്ങ് ഇരുന്ന് ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ ഫിസിക്കലായിട്ടുള്ള ഒരു കാര്യം ചെയ്യുന്നില്ല. അപ്പോൾ സ്വിം, ക്ലൈംബ്, വോക്കൊക്കെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ആണ്. അതാണ് പ്രത്യേകത. അപ്പം നമുക്ക് ഇവത്തിൽ ഓടായിട്ട് നിൽക്കുന്നത് ഏതാണ്? ലിസൺ ആണ് നിൽക്കുന്നത്. അടുത്ത നോക്കിയേ, ടൈഗർ, ലയൺ, ഫോക്സ്, ലെപ്പേർഡ്. ആൻസർ ഫോക്സ് ആണ്. ടൈഗർ, ലയൺ, ഫോക്സ്, ലെപ്പേർഡ്. എന്തുകൊണ്ടാണ്? നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാകും ടൈഗർ, ലെപ്പേർഡ്, ലയൺ ഇതൊക്കെ തമ്മിലുള്ള വ്യത്യാസം എന്താ? അല്ല, ഇതിനൊക്കെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ. ഇതൊക്കെ ഒരു പ്രത്യേക ഗ്രൂപ്പിലുള്ളതാണല്ലോ. ഇതൊക്കെ ക്യാറ്റ് ഫാമിലിയിൽ പെടുന്നതാണ്.
ക്യാറ്റ് ഫാമിലിയിൽ പെടുന്നതാണ് ടൈഗർ ആയാലും ലയൺ ആയാലും ലെപ്പേർഡ് ആയാലും. ഫോക്സ് മാത്രമാണ് വ്യത്യാസമായിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ ആൻസർ എന്താണ്? ഫോക്സ്. അടുത്ത നോക്കാം. നോക്കിയേ, ജമ്പിങ്, റണ്ണിങ്, ജോഗിങ്, എക്സസൈസിങ്. ആൻസർ എക്സസൈസിങ്. എന്തുകൊണ്ടാ? റീസൺ എന്താ? ജമ്പിങ്, റണ്ണിങ്, ജോഗിങ്, എക്സസൈസിങ്. ഇതെല്ലാം ബാക്കി കൊടുത്തിരിക്കുന്ന എല്ലാം ജമ്പിങ് ആയാലും റണ്ണിങ് ആയാലും ജോഗിങ് ആയാലും ഒക്കെ എക്സസൈസിൻ്റെ ഫോംസ് ആണ്. ഫോംസ് ഓഫ് എക്സസൈസ് ആണ്. ഏത്? ജമ്പിങ് ആയാലും റണ്ണിങ് ആയാലും ജോഗിങ് ആയാലും ഒക്കെ ഇതൊക്കെ എക്സസൈസിൻ്റെ പാർട്ടല്ലേ. ഇതൊക്കെ ചെയ്യുന്നതിലൂടെ നമ്മൾ എക്സസൈസ് ചെയ്യുവാണ്. പക്ഷേ എക്സസൈസ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഉൾപ്പെട്ട ഒരു ടോട്ടൽ ആയിട്ടുള്ള ഒരു ടേമാണ് എക്സസൈസിങ്. എക്സസൈസിങ്ങിൽ വരുന്നതാണ് ജമ്പിങ്ങും റണ്ണിങ്ങും ജോഗിങ്ങും ഒക്കെ. അപ്പോൾ ഇതിലേതാണ് ഓടായിട്ടുള്ളത്? എക്സസൈസിങ് ആണ് ഓടായിട്ട് നിൽക്കുന്നത്. അതായത് ബാക്കിയെല്ലാം ഫോംസ് ഓഫ് എക്സസൈസുകളാണ്. എക്സസൈസ് ഇതെല്ലാം കൂടി ഉൾപ്പെട്ടൊരു വേർഡാണ്. അടുത്ത നോക്കാം. മദർ, ഫ്രണ്ട്, സിസ്റ്റർ, ഫാദർ. ആൻസർ ഫ്രണ്ട് ആണ്. എളുപ്പമല്ലേ? എന്താ? മദർ, ഫാദർ, സിസ്റ്റർ, ഫ്രണ്ട്. എന്താണ്? ബാക്കിയെല്ലാം ബ്ലഡ് റിലേഷൻസ് ആണ്. നമുക്ക് ബ്ലഡ് റിലേഷൻ ഉള്ളതല്ലേ ബാക്കി എല്ലാവരുമായിട്ട്. മദർ ആയാലും സിസ്റ്റർ ആയാലും ഫാദർ ആയാലും ഒക്കെ ആയിട്ട് നമുക്ക് ബ്ലഡ് റിലേഷൻ ഇല്ലേ? ഫ്രണ്ടായിട്ട് നമുക്ക് ബ്ലഡ് റിലേഷൻ ഉണ്ടോ? ഇല്ല. നമുക്കുള്ളത് ഫ്രണ്ട്ഷിപ്പാണ്. പക്ഷെ ബാക്കി എല്ലാവരുമായിട്ട് നമുക്ക് ബ്ലഡ് റിലേഷൻസ് ഉണ്ട്. അപ്പം അതാണ് ഫ്രണ്ടാണ് നമുക്ക് വ്യത്യാസമുള്ളത്. നമ്മുടെ ആൻസർ ഫ്രണ്ടാണ്. അടുത്ത നോക്കിയേ, മ്യൂസീഷ്യൻ, ആക്ടർ, ഡാൻസർ, പോയറ്റ്. എന്താ വ്യത്യാസം? മ്യൂസീഷ്യൻ, ആക്ടർ, ഡാൻസർ, പോയറ്റ്. നോക്ക്, മ്യൂസീഷ്യൻ ആരാ? പാട്ട് പാടുന്ന ആള്. ആക്ടർ ആരാ? ആക്ടർ, അഭിനയിക്കുന്നത്. ഡാൻസറും ഡാൻസ് കളിക്കുന്ന ആള്. പോയറ്റ് എന്താണ്? റൈറ്റർ. പോയറ്റ് നമ്മൾ പോയംസ് കഥകളൊക്കെ എഴുതുന്ന ആളാണ് പോയറ്റ്. ഇപ്പം എന്തായിരിക്കും ഇവർ തമ്മിലുള്ള വ്യത്യാസം? ആൻസർ വരുന്നത് പോയറ്റാണ്. ബാക്കി 3 പേർക്ക് എന്താ പ്രത്യേകത? നോക്കിക്കേ, ഈ ബാക്കി 3 പേരും സ്റ്റേജ് പെർഫോമേഴ്സ് ആണ്. സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ പോയറ്റ് അങ്ങനെയാണോ? അല്ല. ബാക്കി എല്ലാവരും സ്റ്റേജ് പെർഫോമേഴ്സ് ആണ്. പോയറ്റ് മാത്രമാണ് ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്നത്. ഒന്നുകൂടെ നോക്കാം നമുക്ക് ആദ്യം തൊട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ. നോക്കിയേ, നമ്മൾ പറഞ്ഞു ക്ലാസിഫിക്കേഷനാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ക്ലാസിഫിക്കേഷൻ മീനിങ് എന്താണ്? സ്പോട്ട് ദ സ്ട്രേഞ്ചർ ഔട്ട്, അല്ലെങ്കിൽ ഓഡ് വൺ ഔട്ടാണ് ക്ലാസിഫിക്കേഷൻസിൽ വരുന്നത്. ഹോസ്റ്റൽ നോക്കി, ഹോട്ടൽ, ഇൻ, ക്ലബ്. ഇതിലേതാണ് വ്യത്യാസമുള്ളത്? ക്ലബ്ബാണ് ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്നത്. ബാക്കിയെല്ലാം നമ്മൾ സ്റ്റേ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന സ്ഥലങ്ങളാണ്. ടു സ്റ്റേ ഇൻ, സ്റ്റേ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സ്ഥലങ്ങളാണ്. അടുത്ത നോക്കിയേ, ടോർട്ടോയ്സ്, സ്നെയിൽ, ടേർട്ടിൽ, സ്പൈഡർ. ഇവർക്ക് എന്താ വ്യത്യാസം? സ്പൈഡർ ആണ് ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്നത്. കാര്യം ബാക്കി എല്ലാത്തിനും ഒരു പ്രൊട്ടക്റ്റീവ് ഷെല്ലുണ്ട്. സ്പൈഡറിന് മാത്രം അതില്ല. അടുത്ത് നോക്കിയേ, ഇയർ, ലങ്സ്, ഐസ്, ഹാർട്ട്. ഇതിനെന്താണ് ഡിഫറൻസ്? ഇയർ ആയാലും ലങ്സ് ആയാലും ഐസ് ആയാലും ഒക്കെ നമ്മുടെ കയ്യിൽ പെയറുണ്ട്. 1 പെയറുണ്ട്. അതായത് 2 നോസ്, 2 എണ്ണം ഉണ്ടാകും. ഒരു പെയർ ആയിട്ടാണ് ഇരിക്കുന്നത്. പക്ഷെ ഹാർട്ട് മാത്രം നമുക്ക് ഒരെണ്ണേ ഉള്ളൂ. ബാക്കിയെല്ലാം ഒരു പെയർ ആയിട്ടാണ് ഹ്യൂമൻ ബോഡിയിൽ ഇരിക്കുന്നത്. അടുത്ത നോക്കിയേ, എക്സ്റേ, ടെലിഫോൺ, കമ്പ്യൂട്ടർ, ടെലിവിഷൻ. ഇതിനെന്താണ് വ്യത്യാസം? നമ്മുടെ ആൻസർ വരുന്നത് എക്സ്റേ ആണ്. എന്തുകൊണ്ടാണ്? ബാക്കിയെല്ലാം ഇലക്ട്രോണിക് മീഡിയ ആണ്. എന്താണ്? ഇലക്ട്രോണിക് മീഡിയാസ്. പക്ഷേ എക്സ്റേ മാത്രം അതല്ല, ബാക്കിയെല്ലാം ഇലക്ട്രോണിക് മീഡിയാസ് ആണ്. അടുത്ത നോക്കി, ലിസൺ, സ്വിം, ക്ലൈംബ്, വോക്ക്. എന്താണ് പ്രത്യേകത? ലിസൺ ഒഴികെ ബാക്കിയെല്ലാം ഫിസിക്കൽ ആക്ടിവിറ്റീസ് ആണ്. ലിസൺ ഫിസിക്കൽ ആക്ടിവിറ്റി ആണോ? അല്ല. സ്വിം ആയാലും വോക്ക് ആയാലും ക്ലൈംബ് ആയാലും ഒക്കെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ആണ്. അതാണ് ലിസണുമായിട്ട് അതിനെ വ്യത്യാസപ്പെടുത്തുന്ന ഒരു കാര്യം. അടുത്ത നോക്കിയേ, ടൈഗർ, ലെപ്പേർഡ്, ലയൺ, ഫോക്സ്. എന്താണ്? ടൈഗർ ആയാലും ലെപ്പേർഡ് ആയാലും ലയൺ ആയാലും എല്ലാം ക്യാറ്റ് ഫാമിലിയിലുള്ളതാണ്. പക്ഷേ ഫോക്സ് ക്യാറ്റ് ഫാമിലിയിലുള്ളതല്ല. അതാണ് ഡിഫറൻസ്. അടുത്ത നോക്ക്, ജമ്പിങ്, റണ്ണിങ്, എക്സസൈസിങ്, ജോഗിങ്. അതായത് ജമ്പിങ് ആയാലും റണ്ണിങ് ആയാലും എക്സസൈസിങ് ആയാലും ജോഗിങ് ആയാലും ഇത് 4 തമ്മിലുള്ള ഡിഫറൻസ് എന്താ? ഇതെല്ലാം ഈ ബാക്കി ഒഴികെ ഇത് ഈ 3 എണ്ണവും എക്സസൈസിങ് എന്ന് പറയുന്ന ഒരു വലിയ ടേമിനുള്ളിൽ വരുന്നതാണ്. അതായത് എക്സസൈസിൽ ഉള്ളിൽ വരുന്നതാണ് ഈ 3 ടേംസും. അപ്പോൾ ഇതെല്ലാം ഉൾക്കൊണ്ട ഒരു വലിയ ടേമാണ് എക്സസൈസിങ്. അടുത്ത നോക്കാം.
മദർ, സിസ്റ്റർ, ഫാദർ, ഫ്രണ്ട്. എന്താണ് വ്യത്യാസം? മദർ, സിസ്റ്റർ, ഫാദർ, ഫ്രണ്ട്. അപ്പം അതിലേതാ ഡിഫറൻസ്? ഫ്രണ്ട്. കാര്യം ബാക്കി എല്ലാവരുമായിട്ടും നമുക്ക് ബ്ലഡ് റിലേഷൻസ് ഉണ്ട്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, മ്യൂസീഷ്യൻ, ആക്ടർ, ഡാൻസർ, പോയറ്റ്. ഏതാണ്? പോയറ്റ്. ബാക്കി എല്ലാവരും സ്റ്റേജ് പെർഫോമേഴ്സ് ആണ്, പോയറ്റ് ഒഴികെ. ബാക്കി മ്യൂസീഷ്യൻ ആയാലും ആക്ടർ ആയാലും ഡാൻസർ ആയാലും ഓക്കെ, അവർ സ്റ്റേജ് പെർഫോമേഴ്സ് ആണ്. പോയറ്റ് അങ്ങനെയല്ല. മനസ്സിലായില്ലേ? ഇപ്പം നമ്മൾ നോക്കിയത് ക്ലാസിഫിക്കേഷൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ്. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ക്ലാസിഫിക്കേഷൻ്റെ തന്നെ വേറൊരു ടൈപ്പ് കുറച്ച് എക്സാമ്പിൾസ് കൂടി നോക്കാം. അതോടെ കഴിഞ്ഞ് ഈ ചാപ്റ്ററോടെ തീരും. ഇത് വളരെ എളുപ്പമായിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് ആൻസർ കണ്ടു കഴിഞ്ഞാൽ അല്ല ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ മനസ്സിലാവുന്ന ഒരു ചാപ്റ്ററാണ്. പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാനും പറ്റും. അപ്പം നെക്സ്റ്റ് ക്ലാസ്സിൽ ക്ലാസിഫിക്കേഷൻ്റെ വേറൊരു ടൈപ്പ് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ നോക്കിയിട്ട് നമുക്ക് ഈ ക്ലാസ് അല്ലെങ്കിൽ ഈ ഒരു ലെസൺ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ബൈ. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.